ഇടുക്കിയിലെ ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് എറണാകുളം മഹാരാജാസ് കോളേജിലേക്ക് അഭിമന്യു താണ്ടിയ ദൂരം അത് ഏറെ വലിയ ദൂരമാണ്. ആ ദൂരം താണ്ടി എത്തിയ അഭിമന്യു എന്ന പ്രതിഭാധരനായ ഒരു SFI-കാരനെ, ഒരു മനുഷ്യനെ, തികഞ്ഞ മതനിരപേക്ഷവാദിയെ ഒറ്റക്കുത്തിന് കൊലപ്പെടുത്തുന്ന പരിശീലനം നേടിയ തീവ്രവാദ സംഘം ജൂലൈ 2-ന് 8 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമത്തോടും കേരളമെന്ന നാടിനും മതനിരപേക്ഷ ബോധ്യത്തിനുമെതിരെ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ അക്രമം വഴി നമുക്ക് നഷ്ടപ്പെട്ടത് ധീരനായ ഒരു സഖാവിനെയാണ്. ഒറ്റക്കുത്തിന് മനുഷ്യരെ കൊലപ്പെടുത്തുക, മനുഷ്യരെ ആയുധം ഉപയോഗിച്ചും അങ്ങനെ എല്ലാതെയും നേരിടാനുള്ള പരിശീലനം സിദ്ധിക്കുക ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു രാഷ്ട്രീയ സംഘത്തിനും എന്തിനാണ് ഇത്തരം പരിശീലനങ്ങളും ഇത്തരം രീതികളും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ക്യാമ്പസ് ഫ്രണ്ടും SDPI-യും നിരോധിപ്പിക്കപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത പേരുകളിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ള സംഘടനകളൊക്കെയും എന്തിനാണ് മനുഷ്യരെ കൊല്ലാൻ പഠിക്കുന്നത്? മനുഷ്യരെ കൊല്ലാൻ പഠിക്കുന്നത്, ആ ആയുധ പരിശീലനം നടത്തിയിരുന്നത് പോയ കാലങ്ങളിൽ കേരളം ചർച്ച ചെയ്യാതെ, അത് പട്ടികളിലും തെരുവുനായകളിലും ഒക്കെയും അതേ പരിശീലനം നടത്തിയിട്ടുള്ള രീതികളും നമ്മൾ കേരളത്തിൽ കണ്ടതുമാണ്. അത്തരത്തിലുള്ള സംഘം കേരളത്തിന്റെ ക്യാമ്പസുകളിലും തെരുവോരങ്ങളിലും വിഹരിക്കുകയാണ്. അവർക്ക് വ്യത്യസ്ത പേരുകളാണെങ്കിലും അവരുടെ എല്ലാം ഉള്ളിലെ വികാരം ഒന്ന് തന്നെയാണ്. അത് അധമമായ മനുഷ്യന്റെ വെറുപ്പാണ്. മറ്റൊരു മനുഷ്യനെ വെറുക്കാൻ, മറ്റൊരു മനുഷ്യന്റെ രാഷ്ട്രീയത്തെയും മതത്തെയും ജാതിയെയും ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ തെറ്റ് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. സംഘപരിവാറിനും SDPI-ക്കും ജമാഅത്ത് ഇസ്ലാമിക്കും എല്ലാം ഉള്ളത് വേരുകൾ വ്യത്യസ്തമാണെങ്കിലും പേരുകൾ വ്യത്യസ്തമാണെങ്കിലും ഇവർ പ്രത്യയശാസ്ത്രം വ്യത്യസ്ത രൂപത്തിൽ പറയുന്നുണ്ടെങ്കിലും ആത്യന്തികമായി ഇവരെല്ലാം മനുഷ്യനെ വെറുക്കാനും തമ്മിലടിപ്പിക്കാനും അതുവഴി ഇവരുടെ കേവലപരമായ അധികാര രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചേരാനുള്ള കുറുക്കു വഴികളായി മനുഷ്യരെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യങ്ങളും. അങ്ങനെ ആ ലക്ഷ്യവും പേറി എറണാകുളം ജില്ലയിലെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാൻ വർഷം ആരംഭിക്കുന്ന ഘട്ടത്തിൽ അവിടെ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഒരു ഉത്തമനായ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തുകയായിരുന്നു ഇവിടെ ഉണ്ടായത്. കേരളീയ മനസാക്ഷികളിലും കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളിലും കേരളത്തിന്റെ വലതുപക്ഷ രാഷ്ട്രീയവും ഇപ്പോഴും എല്ലാ കാലത്തും കേരളത്തിന്റെ ഇടതുപക്ഷത്തെ അക്രമകാരികളെന്നും ഈ കേരളത്തിലെ തെമ്മാടികളെന്നും SFI-യെ ചൂണ്ടിക്കാണിച്ച് വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവർത്തിച്ച് ഇവരോടൊക്കെയും ചോദിക്കാനുള്ളത്, സഖാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തുമ്പോൾ, സഖാവ് ധീരജനെ കൊലപ്പെടുത്തുമ്പോൾ, സഖാവ് സൈദാലിയെ കൊലപ്പെടുത്തുമ്പോൾ, സഖാവ് അഷറഫിനെ കൊലപ്പെടുത്തുമ്പോൾ, ഈ കേരളത്തിൽ SFI-യുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്ന സഖാവ് KV സുധീഷിനെ ഈ ഇടുക്കി ജില്ലയിൽ നിന്ന് കൂത്തുപറമ്പിലേക്ക് തിരികെ എത്തിയപ്പോൾ 36 കഷ്ണങ്ങളാക്കുമ്പോൾ, RSSന്റെ പ്രവർത്തകർ കൊലപ്പെടുത്തുമ്പോൾ, SDPI-ക്കാർ കുത്തുമ്പോൾ, KSU-ക്കാർ കല്ലെറിഞ്ഞും കുത്തിയും കൊലപ്പെടുത്തുമ്പോൾ, 35 പേരെ കൊലപ്പെടുത്തുമ്പോഴും ഈ 35 പേരിൽ ആരെങ്കിലും തിരികെ ആക്രമിക്കാനോ ഏതെങ്കിലും വിധത്തിൽ ആയുധം ഉപയോഗിക്കാനോ ഏതെങ്കിലും ഘട്ടത്തിൽ അതിന് മറുപടി എന്ന നിലയിൽ തിരികെ ആക്രമിച്ച ആളുകളെ കൊലപ്പെടുത്താനോ ശ്രമിച്ചിട്ടുണ്ടോ എന്ന ചരിത്രപരമായ ഒരു ചോദ്യം തിരികെ വലതുപക്ഷത്തോടും മാധ്യമങ്ങളോടും ഞങ്ങൾക്കുണ്ട്. ഇല്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു അക്രമം നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ആ ധീരമായ മരണം തങ്ങൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിന് വേണ്ടി ഏറ്റുവാങ്ങിയ മനുഷ്യരായിരുന്നു ഈ 35 പേരും. അഭിമന്യുവിന്റെ കുത്തേറ്റത് നെഞ്ചത്താണ്, ഇടനെഞ്ചിലാണ്. ധീരജനും സമാനമായിരുന്നു മരണം. KV സുധീഷിനെ 36 കഷ്ണങ്ങളാക്കി. അഷറഫിനെ AK ബാലന് പകരമാണ് KSU കൊലപ്പെടുത്തിയത്. ജോബി ആൻഡ്രൂസിനെ കല്ലെറിഞ്ഞാണ് കൊലപ്പെടുത്തിയത്. ഒരു കാര്യം ഞങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി സധൈര്യം ഈ കേരളത്തിലെ മനുഷ്യരോട് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഈ 35 മനുഷ്യരും കൂത്തുപറമ്പിൽ വെടിയേറ്റ് വീഴുമ്പോൾ KV റോഷനും തിരികെ ഓടാൻ ഒരു ഘട്ടത്തിൽ പോലും തീരുമാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ശത്രുക്കൾക്ക് മുന്നിൽ കീഴടങ്ങാതെ അവസാന നിമിഷവും വർഗീയത തുലയട്ടെ എന്ന് എഴുതാനും
തിരികെ മുദ്രാവാക്യം വിളിക്കാനും നിങ്ങൾക്കെതിരെയുള്ള ശാശ്വതീകരിച്ച പോരാട്ടം ഞങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപിക്കാനും ഏറ്റവും വലിയ ധീരത കാണിച്ച മനുഷ്യരാണ് ഞങ്ങളുടെ 35 പേരായ രക്തസാക്ഷികൾ. അതിന്റെ പേരിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന് ശത്രുക്കളുടെ മുഖത്തേക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് SFI ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് ഞങ്ങൾ അഭിമാനത്തോടുകൂടി ഈ ഘട്ടത്തിലും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് ഒരു SFI-കാരൻ ഈ സമൂഹത്തോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയം, അത് ഹോസ്റ്റൽ വിഷയമാകട്ടെ, അത് വിദ്യാർത്ഥികളുടെ ഫീസ് വിഷയമാകട്ടെ, അവരുടെ അവകാശങ്ങളാവട്ടെ, ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട അവകാശങ്ങളൊക്കെയും അവർക്ക് കിട്ടണമെന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചു വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിച്ച 5 പതിറ്റാണ്ടിന് മുകളിലായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് SFI. ആ സംഘടനയിൽ അഭിമന്യുവിനെ പോലെ ഒരാൾ ചേരുമെന്ന കാര്യം ഏതൊരു മനുഷ്യനും ഉറപ്പിക്കാവുന്നതാണ്. കാരണം അഭിമന്യുവിനെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ മനുഷ്യപക്ഷവാദിയാണ്, മനുഷ്യസ്നേഹിയാണ്. മനുഷ്യസ്നേഹികളായ മനുഷ്യരെല്ലാവരും ഒത്തുചേരുന്ന കൊടിയുടെ അടയാളം സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും ആലേഖനം ചെയ്ത സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കൊടിയാണെന്ന് കേരളത്തിലെ എല്ലാ മനുഷ്യരും ഹൃദയത്തോട് ചേർത്ത് വെച്ച രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമാണ് അഭിമന്യു ഉയർത്തിപ്പിടിച്ചത്. ആ രാഷ്ട്രീയത്തെ ഭയപ്പെടുന്നതാരാണ്? ആ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാരാണ്? ഇന്ന് കേരളത്തിന്റെ അധികാരത്തിലേറിയിട്ടുള്ള UDF മന്ത്രിസഭയും അതിന്റെ മുഖ്യമന്ത്രിയും ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ നയങ്ങളും ആർക്കു വേണ്ടിയാണ്? ഈ പറഞ്ഞ SDP-യെയും ജമായത്ത് ഇസ്ലാമിയെയും ഇവരെ വേണ്ടുവോളം ഉപയോഗിച്ചും വേണ്ടുവോളം അവരുടെ വോട്ടുകൾ വാങ്ങിയും ജമായത്ത് ഇസ്ലാമി, ഈ കേരളത്തിലെ വെൽഫെയർ പാർട്ടി, അത്തരത്തിലുള്ള വ്യത്യസ്തത്തിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ മതവർഗീയവാദ സംഘടനകൾ, ഇവരൊന്നും മതരാഷ്ട്രവാദികളല്ലെന്ന് പറഞ്ഞ ആളുടെ പേരല്ലേ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേര്? ജമായത്ത് ഇസ്ലാമി എന്ന രാഷ്ട്രീയ സംഘം ഇന്ത്യയിലും ലോകത്തും മുസ്ലിം ലോകമുണ്ടാകണമെന്നും അതിൽ മറ്റു മനുഷ്യർക്ക് സ്ഥാനമില്ലെന്നും മുസ്ലിം മതത്തിന്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളെ തള്ളിക്കൊണ്ട് ലോകത്ത് മുസ്ലിം വിരുദ്ധമായ ഒരു രാഷ്ട്രീയത്തിന് തന്നെ കോപ്പുകുട്ടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുത്ത ജമായത്ത് ഇസ്ലാമിയെ വക്കാലത്ത് കൊടുത്ത് ജാമ്യം എടുത്തു കൊടുത്ത മനുഷ്യന്റെ പേരാണ് VD സതീശൻ. ആ VD സതീശൻ ഇന്ന് കേരളം ഭരിക്കുകയാണ്. ജമായത്ത് ഇസ്ലാമി മതവർഗീയവാദികളല്ലെന്ന് അദ്ദേഹം പറയുന്നു, അവർക്ക് മതരാഷ്ട്രവാദം ഇല്ലെന്ന് അദ്ദേഹം പറയുന്നു. അതേ ജമായത്ത് ഇസ്ലാമിയുടെ ഷൂറ എന്നറിയപ്പെടുന്ന ഉന്നത സമിതി തന്നെ പറയുന്നു ഞങ്ങൾക്ക് മതരാഷ്ട്രവാദം ഉണ്ട്. അവർ തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്നു ഞങ്ങൾക്ക് മതരാഷ്ട്രവാദമുണ്ട്. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു അവർ മതരാഷ്ട്രവാദികളല്ല, അവരുടെ വോട്ടുകൾ ഞങ്ങൾ വാങ്ങും, SDP-യുടെ വോട്ടുകൾ ഞങ്ങൾ വാങ്ങും. സംഘപരിവാറിന്റെ വോട്ടുകൾ വേണ്ട എന്ന് പറയാൻ ധൈര്യമില്ലാത്ത മനുഷ്യനായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറുന്നു. സംഘപരിവാറിന് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല എഴുതിക്കൊടുക്കുന്നു, ഉന്നത വിദ്യാഭ്യാസ മേഖല എഴുതിക്കൊടുക്കുന്നു എന്ന് മാത്രമല്ല ഗവർണർക്ക് കീഴ്പ്പെടുന്നു. കേരളത്തിലെ MG സർവകലാശാല, ഇടുക്കിയിലെ വട്ടവടയും ഈ പറഞ്ഞ വ്യത്യസ്ത പ്രദേശങ്ങളും എല്ലാം ഉൾപ്പെടുന്ന എറണാകുളം മഹാരാജാസ് കോളേജ് ഉൾപ്പെടുന്ന MG സർവകലാശാല സംഘപരിവാറിന് എഴുതി നൽകുന്ന സർക്കാരായി ഇവർ മാറുന്നു. ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയം കേരളം ഭരിക്കുമ്പോൾ മതനിരപേക്ഷവാദികൾ എവിടെ പോകും? മതനിരപേക്ഷവാദികളായ മനുഷ്യരുടെ ചേക്കാറാനുള്ള ഒരേ ഒരു ഇടമായി SFI-യും ഇടതുപക്ഷവും കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. മതനിരപേക്ഷത പറയാനും അതിനുവേണ്ടി പോരാടാനും കേരളത്തിൽ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ എന്ന സവിശേഷകരമായ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ കാണാതെ പോകരുത്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ നമ്മൾ തയ്യാറാവണം. ആ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. നോക്കൂ, കേരളത്തിന്റെ അധികാരത്തിലേറിയതിനു ശേഷം കേരളത്തിലെ UDF മന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെയും കേരളത്തിൽ സംഘപരിവാറിന് അനുകൂലമായ തീരുമാനങ്ങളാകുന്നു. സംഘപരിവാറിന് 3 MLA-മാർ മാത്രമുള്ള കേരളത്തിൽ കേരള ഭരണം നേടിയതുപോലെ സംഘപരിവാറിന് ഭരണം നടത്താൻ കഴിയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്.